ഗസയിൽ എന്താണോ ഇസ്രായേൽ ചെയ്തത് അതിന്റെ വേറൊരു പതിപ്പാണ് ഇസ്രായേല് ലെബനോനിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അവസാനം ലെബനോൻ പറഞ്ഞത്. അതായത് ലെബനോന്റെ ഗ്രാമങ്ങൾക്ക് നേരെയും അതേപോലെ തന്നെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇസ്രായേല് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രാമങ്ങളിലോട്ട് ഇതുവരെ ആളുകൾക്ക് മടങ്ങി പോകാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ കരാക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ കവചിത വാഹനങ്ങൾ ലെബനോനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലെബനോനിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ക്രിസ്ത്യാനികളൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള കുറെ ഫൂട്ടേജസ് ഒക്കെ ഇസ്രായേൽ സൈനികർ ചെയ്യുന്നതൊക്കെ പുറത്തു വന്നത്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പും വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതായത് ഡ്രോൺ ഫൂട്ടേജസ് ഹിസ്ബുള്ള ഒരുപാട് പുറത്തുവിടുന്നുണ്ട്. ഇവരുടെ കവചിത വാഹനങ്ങൾക്ക് നേരെയും വാഹന വ്യൂഹങ്ങൾക്ക് നേരെയും ഒക്കെ ആയിട്ടുള്ള ആക്രമണങ്ങൾ. അപ്പോ ഈ പറയുന്ന ഒരു അഡ്വാൻറ്റേജ്, ഈ ഡ്രോൺ ഏരിയൽ അറ്റാക്കില് ഈ ഈ ഹിസ്ബുള്ളക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ FPV ഡ്രോണുകൾ ഉപയോഗിക്കുന്നതാണ്. അതായത് FPV ഡ്രോണുകളെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ ഒരു ഫൈബർ ഒപ്റ്റിക് ഡ്രോൺ എന്ന് പറയുന്നത്. അതായത് സാധാരണ രീതിയിലുള്ള നമ്മൾ വയർലെസ്ലി കൺട്രോൾ ചെയ്യുന്ന സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രോണുകളെ ഹിസ്ബുള്ളക്ക് ഒരു കാരണവശാലും ലെബനോനിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജാമറുകളും അതേപോലെ തന്നെ സിഗ്നലുകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം ഡ്രോണുകൾ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ജാം ചെയ്ത് ആ സിഗ്നലുകളെ പിടിച്ചെടുത്ത് ഹിസ്ബുള്ളക്ക് നേരെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് സിറ്റുവേഷൻ മാറും എന്നുള്ളത് കൊണ്ടാണ് ഇവര് ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ FPV ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. അത് എത്തരത്തിലുള്ള ഡ്രോണുകളാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഡ്രോണുകളെ രണ്ടറ്റം, അതായത് ഡ്രോണുകളെ കൺട്രോൾ ചെയ്യുന്ന ആളും ഡ്രോണും തമ്മിൽ ഒരു കേബിൾ വഴിയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. കിലോമീറ്ററുകളോളം നീണ്ടു പോകുന്ന തരത്തിലുള്ള കേബിളുകൾ ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തില് ഈ ഡ്രോണുകൾ പറന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡ്രോണുകളിൽ നിന്നും ഒരു തരത്തിലുള്ള സിഗ്നലുകളും വായുവിലൂടെ പുറത്തോട്ട് വിടുന്നില്ല. സകല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ കേബിളുകൾ വഴിയാണ് എന്നുള്ളതാണ്. അതായത് ഈ ഡ്രോണിന്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിനകത്ത് കിലോമീറ്ററുകളോളം നീണ്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ തിന്നായിട്ടുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഈ ഡ്രോണ് പറന്നു പോകുന്നതിനനുസരിച്ച് ഈ ഡ്രോണിന്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സിലിണ്ടറിൽ നിന്നും ഈ പറയുന്ന നൂല് പോലെയുള്ള ഈ കേബിളുകൾ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മരങ്ങളെ ചുറ്റി സഞ്ചരിച്ചാലോ അല്ലെങ്കിൽ കാടുകളിലുള്ള പ്രദേശത്തൂടെ സഞ്ചരിച്ചാലോ ബിൽഡിങ്ങുകൾക്കിടയിലൂടെ സഞ്ചരിച്ചാലോ ഈ ഈ കേബിൾ എവിടെയെങ്കിലും കുരുങ്ങി പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഡ്രോണുകളെ തിരിച്ചെടുക്കാൻ ഹിസ്ബുള്ളക്ക് സാധ്യവുമല്ല. കാരണം അത് സൂയിസൈഡ് ഡ്രോണുകൾ ആയതുകൊണ്ട് തന്നെ തിരിച്ചെത്തിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ കട്ട് വ്യൂവും അതേപോലെ തന്നെ ഡ്രോണുകളുടെ സാന്നിധ്യം ഒരു തരത്തിലും ഇസ്രായേൽ സേനയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോ ഇസ്രായേല് ലെബനോനിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആർട്ടിലറി ഷെല്ലുകളോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഏതെങ്കിലും AK-47 തോക്കുകളോ ഇതൊന്നുമല്ല ഇവരെ ഇന്ന് ഭയപ്പെടുത്തുന്ന ഇതെന്ന് പറയുന്നത് ഈ FPV ഡ്രോണുകളാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജും ഇതിന്റെ യൂസേജും ഇതിന്റെ കുറഞ്ഞ ചെലവും മനസ്സിലാക്കുന്ന ഇസ്രായേല് ഇപ്പൊ അടുത്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇത്തരം സൂയിസൈഡ് ഡ്രോണുകളെ മാസീവായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന എയർ സ്ട്രൈക്കുകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള മിസൈലുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു ബോംബർ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. അതായത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ചെലവാണ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധം മുന്നോട്ട് നയിക്കുന്ന സമയത്ത് വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെയാണ് ഇറാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. അതായത് വലിയ മാസീവ് ആയിട്ടുള്ള ബോംബുകൾക്കും മിസൈലുകൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഡ്രോണുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജി. അപ്പോ അതേ സ്ട്രാറ്റജിയിലോട്ട് തന്നെയാണ് ഇപ്പൊ ഇറാനും ഇസ്രായേലും സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മാസീവ് ആയിട്ടുള്ള വർഷം ലക്ഷക്കണക്കിന് ഇത്തരം സൂയിസൈഡ് ഡ്രോണുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറി സ്ഥാപിക്കാനും അതിന്റെ മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലോട്ടുമാണ് ഇസ്രായേൽ ഇപ്പൊ പോകുന്നത് എന്നുള്ളതാണ്. അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള 10,000-ലധികം ഭടന്മാരെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളിലൂടെ ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഒരു സൂയിസൈഡ് ബോംബർ ഈ പറയുന്ന ഡ്രോണുകൾ ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടാവുമെങ്കിൽ ഇസ്രായേൽ എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു രാജ്യമായിട്ട് മാറും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാം. അത് ഗസക്ക് മേലെയോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ വെസ്റ്റ് ബാങ്കിലോ അല്ലെങ്കിൽ സെറ്റിലേഴ്സിന് അനുകൂലമായിട്ടൊക്കെ ഇവർക്ക് അത് യൂസ് ചെയ്യാം.
അപ്പോൾ ആ രീതിയിലേക്കുള്ള FPV ഡ്രോണുകൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നിർമ്മിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇസ്രായേലിന്റെ സിഗ്നലിനെ ജാം ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ഒരു തരത്തിലും സാധ്യതയില്ല. കാരണം അത്രയും ഒരു അഡ്വാൻസ്ഡ് ആർമി സെറ്റപ്പ് ഒന്നുമല്ല ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ചെറിയ മിലിഷ്യ ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ FPV ഡ്രോണുകളും ഈ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകളും ഇസ്രായേലിന് കൊടുക്കുന്ന തലവേദന എന്ന് പറയുന്നത് അത്രയും വലിയ തലവേദനയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ ഈ FPV ഡ്രോണിന്റെ ഒരു ഫൂട്ടേജ് പുറത്തു വന്നത് ഇസ്രായേലിലേക്ക് ഈ പറയുന്ന എയർലിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ, അതായത് കുറച്ച് പട്ടാളക്കാരെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു പട്ടാള വ്യൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന്റെ ഇടയിലോട്ടാണ് ഒരു ഡ്രോൺ വന്ന് ഇടിച്ചിറങ്ങുന്നത്. ആ ഡ്രോൺ വരുന്നതോ ആ ഡ്രോണിന്റെ സാന്നിധ്യമോ അവർക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഡ്രോൺ ഫൈബർ ഒപ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ പറ്റാത്ത എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു രീതിയിൽ ഇസ്രായേലിന് കടുത്ത നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് ഈ ഡ്രോണുകൾ മാറുമ്പോഴാണ് ഇസ്രായേലും അത്തരം ഡ്രോണുകളുടെ ഉൽപാദനത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നേ എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ഒരു കോൺഫ്ലിക്റ്റിൽ ഇസ്രായേലിന് എവിടെന്നെങ്കിലും ഒരു സെറ്റ് ബാക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ലെബനോൻ അറ്റാക്കിലാണ്, ലെബനോൻ ഹിസ്ബുള്ളയുമായിട്ടുള്ള കോമ്പാക്റ്റിലാണെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ ഒരു കോമ്പാക്റ്റിലും ഇന്നേ വരെ ഇസ്രായേൽ സൈന്യം പിന്മാറിയ ചരിത്രമില്ല. പക്ഷെ ഇതിന് മുന്നേ നടന്നിട്ടുള്ള ഒരു കോമ്പാക്റ്റില് ഇസ്രായേൽ സൈന്യം ഈ ഇസ്രായേൽ സ്ഥാപിതമായ ചരിത്രത്തിന് ശേഷം ആദ്യമായിട്ട് ഇസ്രായേലിന് ഒരു സെറ്റ് ബാക്ക് കിട്ടി പിന്തിരിഞ്ഞു പോരേണ്ടി വന്നിട്ടുള്ളത് ഈ പറയുന്ന ലെബനോനിൽ നിന്നാണെന്നുള്ളതും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്.